ഇപ്പോൾ സുഗതന്റെ കുടുംബത്തിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. പോലീസിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് സുഗതന്റെ ഭാര്യ. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഒരു 9 കാലമായിക്കാണ് ഒരു പ്രകോപനം ഇല്ലാതെ കയറി വരുമായിരുന്നു. എനിക്ക് എന്റെ 14 വയസ്സും 8 വയസ്സുമായ മക്കളുടെ മുമ്പിൽ വെച്ച് തള്ളി കയറിയിട്ട് വന്നിട്ട് ഉപദ്രവിക്കുമായിരുന്നു. വീട്ടിന്റെ അകത്ത് കയറി ഉപദ്രവിക്കുമായിരുന്നു. എന്റെ താലിമാല വലിച്ചു പൊട്ടിച്ച് കൊണ്ടുപോയി. അവർ തിരികെ തന്നിട്ടില്ല സാധനം. പോലീസുകാരാണ് മാല വലിച്ചു പൊട്ടിച്ചത്. വിപിനും മറ്റേ അഭിജിത്ത് എന്ന് പറയുന്ന പോലീസുകാരനുണ്ട്. ഇവർ രണ്ടുപേരുമാണ്. ഓടി വന്ന് വലിച്ചിങ്ങനെ എൻ്റെ കോളറിൽ ഇങ്ങനെ പിടിക്കുമായിരുന്നു ഡ്രസ്സിൽ. അപ്പോൾ മാലയോട് കൂടി വലിച്ചു പൊട്ടിച്ചിട്ട് ഇവിടെ അടിക്കുമായിരുന്നു. മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അടിക്കുമായിരുന്നു. വരുന്ന ചേച്ചി മോനാണ് ചേച്ചിയും സഹോദരനെ വിളിച്ചു വരുത്തുന്നത്. ചേച്ചിയും പിടിച്ച് തള്ളുമായിരുന്നു. ചേച്ചി ചോദിച്ചു, ഇങ്ങനെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല, നമ്മൾ എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ സാറ് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയെ പിടിച്ചു തള്ളി ഉപദ്രവിക്കുമായിരുന്നു. ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് ഒരു വീട്ടിലോട്ട് അതിക്രമിച്ച് കയറി വന്നത്. അപ്പം എന്താണെന്ന് ചോദിച്ചതിൻ്റെ എന്നെ പിടിച്ച് തള്ളി. എൻ്റെ മോൻ 14 വയസ്സായ മോൻ ഇന്നപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചതിൻ്റെ പേരിലാണ് മോൻ്റെ ദേഹത്ത് തൊക്ക് ചൂണ്ടിയതിന് ശേഷം പുറത്തോട്ട് വെടിവെച്ചത്. അത്രയും വേണോ? കുറച്ച് കടുപ്പത്തിരിക്കും. അകത്തോട്ട് കയറാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ സമ്മതിക്കാതെ ഇരുന്നപ്പോഴത്തേക്കാണ് വെടിവെച്ചത്. മോൻ സമ്മതിക്കാത്തതുകൊണ്ടാണ്, അച്ഛനെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ ഇതിലാണ് മോനെ ചൂണ്ടിയിട്ടാണ് മുകളിലോട്ട് വെടിവെച്ചത്. ആവശ്യമില്ലാത്ത രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് കയറി വരുമായിരുന്നു. അല്ല, പുറത്ത് വെച്ചിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലുള്ള പ്രകോപനം അവിടെ ഉണ്ടായിട്ടില്ല. ഇത്രയും കാലം ഈ അഭിജിത്ത് എന്ന് പറയുന്ന പോലീസുകാരനായിരുന്നാലും ശരി, എന്നെ വിപിൻ എന്ന് പറഞ്ഞ പോലീസുകാരനും ശരി, ആവശ്യമില്ലാതെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ പോലും ഒരു ബഹുമാനം അയാൾക്ക് കൊടുക്കാത്ത രീതിയിൽ, അദ്ദേഹത്തിന് കൊടുക്കാത്ത രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത് ഈ നിമിഷം വരെ. അദ്ദേഹം കൗൺസിലറായിട്ട് ഇപ്പോൾ ഒരു 4.5 മാസം വരെ ആവുന്നുണ്ട്. ആ ഒരു റെസ്പെക്ട് ഇന്ന് വരെയും കൊടുത്തിട്ടില്ല. ഹൈക്കോടതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ പോയപ്പോൾ ഹൈക്കോടതി അത് നിഷേധിക്കുകയും കഴിഞ്ഞ 7-ന് പോലീസ് സ്റ്റേഷൻ ഹാജരാൻ പറയുകയും ചെയ്തിരുന്നല്ലേ. പിന്നെ അത് ചെയ്തിരുന്നില്ല. അവർക്ക് പറയാലോ, ഒളിവിലൊന്നും അല്ലായിരുന്നു. കഴിഞ്ഞ 7-ന് ഹാജരാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. എനിക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല. എന്റെ നടുവിനിട്ടാണ് അവർ ചവിട്ടിയത്. എനിക്ക് നിൽക്കാൻ പറ്റില്ല. എനിക്ക് ജനറൽ ഹോസ്പിറ്റൽ വരെ എത്തണം. ഈ പോലീസുകാരെ വിശ്വസിച്ച് എനിക്ക് വിടാൻ പറ്റൂല. വൈദ്യപരിശോധനയ്ക്കായി ഇപ്പോൾ സുഗതനെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സുഗതന്റെ ഭാര്യയാണ് ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറി അവിടേക്ക് പോകുന്നത്. പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിക്കേണ്ടി വരും. പ്ലീസ്, സോറി. ഇല്ല ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഒറ്റ കാര്യം കൂടി, പിടിച്ച് തള്ളുമായിരുന്നു. 8 വയസ്സായ മോൻ കരഞ്ഞപ്പോഴത്തേക്കും പിടിച്ച് തള്ളുമായിരുന്നു. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. ഇത്രയും വലിയ രീതിയിൽ ഇങ്ങനെ വന്ന് പിള്ളേരെ ഉപദ്രവിച്ച് വീട്ടിൽ കയറി അതിക്രമിച്ച് പുള്ളിക്കാരനെ പിടിച്ചുകൊണ്ട് പോയത്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന പുറത്ത് വെച്ചിട്ട് വെടി വെച്ചിട്ട് അകത്തോട്ട് കയറി വരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? ഇല്ല, അതിനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, കാപ്പ കേസ് പ്രതി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ സുഗതനെ പോലീസ് ഇന്നലെ പിടികൂടിയത് അതിസാഹസികമായിട്ടാണ് എന്ന ദൃശ്യങ്ങളിൽ അറസ്റ്റ് ചെയ്യാനെത്തിയ CI വിപിനെയും SI അഭിജിത്തിനെയും സുഗതൻ അസഭ്യം പറഞ്ഞു. വീഡിയോ പകർത്തിയ ഉദ്യോഗസ്ഥന് നേരെയും കുടുംബം കയർത്തു. ഉറക്കം വരുന്നു. ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് ഒരു വീട്ടിലോട്ട് അതിക്രമിച്ച് കയറി വന്നത്. വീടിന് പുറകുവശത്ത് നിന്നാണ് പോലീസ് സുഗതനെ പിടികൂടിയത്. പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. വീഡിയോ പകർത്തിയത് തങ്ങളുടെ സുരക്ഷയ്ക്കാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ കുടുംബം പറഞ്ഞതുപോലെയല്ല, മറിച്ചാണ് യാഥാർത്ഥ്യമെന്ന് പറയേണ്ടി വരും. എല്ലാം തകർന്നു തോന്നുന്നു. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ.
ഇതൊക്കെ ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അയ്യോ നിനക്ക് എന്താണ് ഇനി ഈ നാടകങ്ങളിൽ പറ്റില്ല. അത് നടപ്പില്ല. എന്തോ എങ്ങനെ അതുകൊണ്ട് ഇപ്പൊ എന്താ അതങ്ങ് പരപ്പനങ്ങാടി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അതിനിപ്പോ എന്താണ് ഞാൻ തലയും കുത്തി വെക്കണം. പുള്ളി എന്താ വീക്കാലായിട്ട് ടൂർ പോവാണോ? എന്നിട്ട് ഭർത്താവിന് യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രകോപനവും ഉണ്ടായിട്ടില്ല. അതിൽ ഒരു ഭാഗം വ്യക്തമാണ്. അതായത് പോലീസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ കയറി അല്ല പിടിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാണ്. വീടിന് തൊട്ട് പരിസരത്തായി മതിലിന് തൊട്ട് സമീപത്തായി നിന്നാണ് പോലീസ് ഈ പ്രതിയായിട്ടുള്ള സുഗതനെ പിടികൂടുന്നത്. ഇവിടെ വാഴോട്ടുകുളത്തെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെ എത്തുന്നത്. ആ സമയം പോലീസിന്റെ സാന്നിധ്യം അറിഞ്ഞ സുഗതൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് പുറകെ പോയി പിടികൂടിയത്, ഒരു ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് നടത്തിയത് എന്നുള്ള. ഇങ്ങനെ പോയാൽ സംഗതി ബിബിനെയും അതുപോലെ തന്നെ എസ് ഐ ആയിട്ടുള്ള അഭിജിത്തിനെയും ഈ ജീപ്പിൽ കയറ്റുന്ന സമയം വരെ ഈ സുഗതൻ നിരന്തരമായിട്ട് അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇവനെയൊക്കെ വള്ളിച്ചൂടിനടിക്കാൻ ഇവിടെ ആളില്ല. ഇതിന് ഏറ്റവും പ്രധാനം ഈ അറസ്റ്റ് തടയാനായിട്ട് സുഗതന്റെ ഭാര്യ എല്ലാവിധ ശ്രമങ്ങളും നടത്തുകയാണ്. കാരണം സുഗതനെ ജീപ്പിൽ കയറ്റുന്നതിന് മുൻപ് തന്നെ സുഗതന്റെ ഭാര്യ ജീപ്പിൽ കയറാനായിട്ട് ശ്രമിക്കുന്നു. ജീപ്പിൽ കയറുന്നു. അതില് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്, നിങ്ങളെ അറസ്റ്റ് ചെയ്യാനല്ല വന്നത്, നിങ്ങളെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, സുഗതനെ മാത്രമാണ് ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ഈ അറസ്റ്റിനെ തടയുക എന്നതിനപ്പുറം ആ സ്ത്രീയെ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാരണം പോലീസ് വളരെ കൃത്യമായിട്ടാണ് ഈ ഇരുട്ടിലും അവർ ദൃശ്യങ്ങൾ പകർത്താനായിട്ട് പോലീസ് ശ്രമിച്ചു. 2-3 ഉദ്യോഗസ്ഥർ ചേർന്ന് മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തന്നെ ചെകിടത്തടിച്ചുവെന്ന് ഭാര്യ പറയുന്നു. അതുപോലെ തന്നെ ഭാര്യയുടെ പിതാവ് രാജേന്ദ്രൻ ഇന്ന് റിപ്പോർട്ട് ടിവിയോട് പങ്കുവച്ചത് മകളെ ചെകിടത്തടിക്കുകയും മകളുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ 9 മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങൾ ഒരിടത്തും തന്നെ മർദ്ദിച്ചു എന്ന് ഒരു ഭാഗത്തും ഈ അശ്വതി പറഞ്ഞിട്ടില്ല. എല്ലാം കയ്യിൽ നിന്ന് പോവാ. ആരോപണമാണ് സുഗതന്റെ കുടുംബം ഉന്നയിക്കുന്നത്. പക്ഷേ അത്രമാത്രം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന പുറത്തു വന്ന സുഗതനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പുറത്തു വന്ന ദൃശ്യങ്ങൾ കാണുമ്പോഴും വ്യക്തമാകുന്നുണ്ട്. ഓരോ ഉടായിപ്പായിട്ട് അറിയിക്കോളൂ. ഒരു കാര്യം ഞാൻ പറയാം, ഗുണ്ടകളല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഗുണ്ടകളും കാപ്പാപ്രതികളും സ്വൈരവിഹാരം നടത്താമെന്ന് വിചാരിക്കേണ്ട. അതൊക്കെ നിയന്ത്രിക്കാൻ പോലീസ് ഇവിടെ ഉണ്ട്. അതിന് കള്ളക്കഥകൾ മെനഞ്ഞ് പോലീസിന്റെ ആത്മവീര്യം തകർക്കാൻ അനുവദിക്കില്ല. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.